ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് മോർണിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിനും എന്താ ചപ്പാത്തിക്ക് കടലക്കറിയൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളെല്ലാ കറിയും കഴിക്കും. അപ്പോൾ ഞാൻ അധികം ചപ്പാത്തി വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ വെള്ളിയാഴ്ച പിന്നെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ബീഫാകുമ്പോൾ പിന്നെ രാവിലെ ഒരു ചിക്കനോ ബീഫിൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ അധികം വെജിറ്റേറിയനൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഏത് കറിയും കഴിക്കും, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കടലക്കറിയൊക്കെ ആകുമ്പോഴാണല്ലോ ഒന്നും കൂടി നല്ലൊരു ഹെൽത്തി ആവുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എല്ലാ കറിയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് തൂമിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മോന് ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഇവിടെ അടുപ്പത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചത് നമ്മുടെ റേഷൻ അരി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കുറച്ച് അധികം പച്ചരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കടയൊക്കെ ഉണ്ടാക്കിയാലും ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ പച്ചക്കറിയൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിതിനെടുത്തത് ക്യാരറ്റ്, ക്യാപ്സിക്കം, വലിയുള്ളി, പിന്നെ ബീൻസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിത്തുമ്പൊന്നും ഇവിടെ അധികം ഇഷ്ടമല്ല കേട്ടോ. അതേപോലെ തന്നെ കോളിഫ്ലവർ അതൊന്നും ഇവിടെ വലിയ ഇഷ്ടമല്ല. അതേപോലെ തന്നെ ക്യാബേജ് ഇതൊന്നും വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാൻ നല്ല മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസ് ആവും. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രൈഡ് റൈസ്ക്ക് ബീഫൊന്ന് വരട്ടിയെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഫ്രൈഡ് റൈസ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ചിക്കന് ഫ്രൈ ചെയ്താലൊക്കെയാണ് അല്ലേ. പക്ഷേ ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബീഫ് തന്നെ കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ പച്ചക്കറികളൊക്കെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മുടെ ഫ്രൈഡ് റൈസ്ക്ക്. അപ്പോൾ ഇതെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബീഫൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനിത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ വാടിയപ്പോൾ പിന്നെ ഞാനിത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ്ക്കൊക്കെ ആകുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്.
അപ്പോൾ ബീഫിന് നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ മസാലയിൽ കടന്നിട്ടൊന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ബീഫ് കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് ഗ്യാസ്മ വെച്ചിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ്മക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഫ്രൈഡ് റൈസിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കൽ RCMൻ്റെ തവിടെണ്ണ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണിത് വാട്ടിയെടുക്കുന്നത്. പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് 3 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒന്ന് വേഗം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളം ചൂടാവാൻ വെച്ചപ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ റേഷൻ പച്ചരി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ബീഫ് അവിടെ ഗ്യാസ് വെച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ബീഫിന്. അപ്പോൾ അത് ഏകദേശമൊക്കെ കുറുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുത്താൽ നല്ലൊരു കുറുക്കായി കിട്ടും. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസൊക്കെ വേവായപ്പോൾ ഞാനതങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റൈസ് ചൂടാറിയതിന് ശേഷമാണല്ലേ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ വല്ലാതെ ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ചൂടാറിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനിത് ഇതിലേക്ക് സോയ സോസ് ഒഴിക്കാനും മറന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ റേഷൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് ഒരു മല്ലി സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിയിലയും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, വിനീഗറൊക്കെ ചേർത്തിട്ടൊരു സോസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി സോസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മിഷൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷുവിന് ചോറ് കുറച്ച് വാരി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ നെയ്ച്ചോറ്, തേങ്ങാച്ചോറ് അങ്ങനത്തെ റൈസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓനക്ക് ചോറ് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മിഷുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ കസാലയിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെടിയൊന്നും അങ്ങനെ നോക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ വല്ലാതെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം ചെടിയൊന്നുമില്ല കേട്ടോ, കുറച്ച് ചെടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആകെ വാടി കണ്ടപ്പോൾ ഞാനൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെടികളെല്ലാം നനച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.